അമ്മയുടെ വയറ്റിൽ ഒരു കുഞ്ഞ് 9 മാസം എങ്ങനെയാണ് വളരുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ജനിച്ചതും ഈ അവസ്ഥയിലൂടെ എല്ലാം കടന്നുപോയതിനു ശേഷം ആണെന്നറിയുമ്പോൾ നമ്മൾ തീർച്ചയായും അത്ഭുതപ്പെടും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ കുഞ്ഞ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും ഗർഭം ധരിക്കാൻ ഏറ്റവും നല്ല സമയം ഏതാണെന്നും പെട്ടെന്നൊന്ന് മനസ്സിലാക്കണം. ഒരു സ്ത്രീയുടെ ആർത്തവം കഴിഞ്ഞ് ഏകദേശം 14-ാം ദിവസം കുഞ്ഞിനു വേണ്ടി ശ്രമിക്കൽ നല്ല സമയമാണ്. ഈ സമയത്ത് ഒരു പുരുഷനും സ്ത്രീയും ഒരുമിക്കുമ്പോൾ അതിനെ ഓവുലേഷൻ എന്ന് പറയുന്നു. 6 മുതൽ 10 ദിവസങ്ങൾക്ക് ശേഷം ഭ്രൂണം ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ പറ്റിപ്പിടിക്കുന്നു. ഇതിനെ ഭ്രൂണത്തിന്റെ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നു. ഈ സമയം സ്ത്രീക്ക് ചെറിയ രക്തസ്രാവമുണ്ടാകാം, അത് സാധാരണമാണ്. അതിനുശേഷം ഭ്രൂണം ഗർഭപാത്രത്തിൽ വളരുന്നു. അങ്ങനെ 9 മാസത്തെ യാത്ര തുടങ്ങുന്നു. ഭ്രൂണം വളരുമ്പോൾ അമ്നിയോട്ടിക് സാക്ക് എന്നു പേരുള്ള ഒരു ജലസഞ്ചി അതിനു ചുറ്റും രൂപപ്പെടുന്നു. ഈ സഞ്ചി കുഞ്ഞിനെ സംരക്ഷിക്കുകയും പോഷണം നൽകുകയും ചെയ്യുന്നു. പിന്നീട് പ്ലാസന്റ അഥവാ പൊക്കിൾക്കൊടി വളരുന്നു. ഇത് അമ്മയെയും കുഞ്ഞിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഭാഗമാണ്. പൊക്കിൾക്കൊടി കുഞ്ഞിന് വളരാൻ ആവശ്യമായ ഭക്ഷണവും ഓക്സിജനും നൽകുന്നു. ആദ്യ മാസത്തിൽ കുഞ്ഞിന്റെ മുഖം രൂപപ്പെടാൻ തുടങ്ങുന്നു. വായ, താടിയെല്ല്, തൊണ്ട എന്നിവ വളരാൻ തുടങ്ങുന്നു. ഹൃദയത്തിൽ രക്തകോശങ്ങൾ ഉണ്ടാകുന്നു. രക്തയോട്ടം ആരംഭിക്കുന്നു. 4 ആഴ്ചയുടെ അവസാനത്തോടെ കുഞ്ഞിന്റെ കൊച്ചു ഹൃദയം 1 മിനിറ്റിൽ 60 മുതൽ 65 തവണ വരെ മിടിക്കുന്നു. കുഞ്ഞിന് ഒരു അരിമണിയേക്കാൾ വലുപ്പം കുറവായിരിക്കും. 2-ാം മാസത്തിൽ കുഞ്ഞിന്റെ മുഖം കൂടുതൽ വളരുന്നു. ചെവികൾ രൂപപ്പെടാൻ തുടങ്ങുന്നു. വിരലുകളും കാൽവിരലുകളും വളരുന്നു. ദഹനവ്യവസ്ഥയും ആരംഭിക്കുന്നു. അൾട്രാസൗണ്ടിൽ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് കാണാൻ സാധിക്കും. തലച്ചോറും നട്ടെല്ലും ഞരമ്പുകളുമാകുന്ന ന്യൂറൽ യൂട്യൂബ് ഒരു കൊച്ചു റിബൺ പോലെ രൂപപ്പെടുന്നു. കുഞ്ഞിന് കാര്യങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്നു. ഈ മാസം അവസാനത്തോടെ കുഞ്ഞിന് ഏകദേശം 1.5 സെന്റിമീറ്റർ നീളവും ഏകദേശം ഗ്രാം ഭാരവും ഉണ്ടാകും. 3-ാം മാസം കുഞ്ഞിന്റെ വളർച്ചയിൽ ഒരു വലിയ സമയമാണ്. ഇത് അവയവ രൂപീകരണ കാലഘട്ടം എന്നറിയപ്പെടുന്നു. കാരണം പ്രധാന ശരീരഭാഗങ്ങൾ വളരുന്നു. മുഖം, ചെവികൾ, കൈകൾ, വിരലുകൾ എന്നിവ പൂർണ്ണമായി ഉണ്ടാകുന്നു. നഖങ്ങൾ വളരാൻ തുടങ്ങുന്നു. കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്ന് കാണിക്കുന്ന ആൺ-പെൺ ഭാഗങ്ങൾ വളരാൻ ആരംഭിക്കുന്നു. രക്തക്കുഴലുകൾ, കരൾ, മൂത്രവ്യവസ്ഥ, വൃക്കകൾ, മൂത്രവാഹിനികൾ, മൂത്രസഞ്ചി എന്നിവ അതിവേഗം വളരുന്നു. ഇത് ഒരു ബുദ്ധിമുട്ടുള്ള സമയമാണ്. അതിനാൽ അമ്മ ഈ സമയത്ത് ശ്രദ്ധിക്കണം. ഡോക്ടറുടെ അനുമതിയില്ലാതെ മരുന്ന് കഴിക്കാൻ പാടില്ല. 3-ാം മാസം അവസാനത്തോടെ കുഞ്ഞിനെ നഷ്ടപ്പെടാനുള്ള സാധ്യത കുറയുന്നു. കുഞ്ഞിന് ഏകദേശം 5 സെന്റിമീറ്റർ നീളവും ഏകദേശം 25 ഗ്രാം ഭാരവും ഉണ്ടാകും. അമ്മ കുഞ്ഞുമായി കൂടുതൽ അടുപ്പം തോന്നിത്തുടങ്ങുന്ന സമയമാണിത്. 4-ാം മാസത്തിൽ കുഞ്ഞിന്റെ നാഡീവ്യൂഹം പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. കുഞ്ഞിന് കാര്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നു. അമ്മയ്ക്ക് ഡോപ്ലർ മെഷീൻ ഉപയോഗിച്ച് കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് കേൾക്കാൻ സാധിക്കും. ഡോക്ടർമാർ പലപ്പോഴും പ്രസവത്തീയതി ഇപ്പോൾ നൽകാറുണ്ട്. കുഞ്ഞിന്റെ കൺപോളകൾ, നഖങ്ങൾ, ആൺ-പെൺ ഭാഗങ്ങൾ എന്നിവ പൂർണ്ണമായി രൂപപ്പെട്ടിരിക്കും. പല്ലുകളും എല്ലുകളും ശക്തമാകുന്നു. കുഞ്ഞ് ചവിട്ടാനും തള്ളവിരൽ നുണയാനും തുടങ്ങുന്നു. ഈ മാസം അവസാനത്തോടെ കുഞ്ഞിന് ഏകദേശം 15 സെന്റിമീറ്റർ നീളവും ഏകദേശം 120 ഗ്രാം ഭാരവും ഉണ്ടാകും. 5-ാം മാസത്തിൽ കുഞ്ഞ് കൂടുതൽ ചലിക്കുകയും ചെയ്യും. അമ്മമാർക്ക് അത് അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെ കുഞ്ഞിന്റെ മുടി വളരാൻ തുടങ്ങുന്നു. കുഞ്ഞിന്റെ ചർമ്മം നേർത്തതും പിങ്ക് നിറമുള്ളതുമായിരിക്കും. കുഞ്ഞിന് 350 മുതൽ 400 ഗ്രാം വരെ ഭാരവും ഏകദേശം സെന്റിമീറ്റർ നീളവും ഉണ്ടാകും. 6-ാം മാസത്തിൽ കുഞ്ഞിന്റെ ചർമ്മം ചുളിവുകളുള്ളതും പിങ്കു കലർന്ന ചുവപ്പ് നിറമുള്ളതുമായിരിക്കും. കൺപോളകൾ തുറക്കാൻ തുടങ്ങുന്നു. കുഞ്ഞ് കണ്ണുകൾ തുറക്കുന്നു. കുഞ്ഞ് ശബ്ദങ്ങൾ കേൾക്കുകയും പുറത്തുനിന്നുള്ള ശബ്ദങ്ങളോട് പ്രതികരിക്കുകയും ചെയ്യുന്നു. ഈ മാസം അവസാനത്തോടെ കുഞ്ഞിന് ഏകദേശം 900 ഗ്രാം ഭാരവും ഏകദേശം 37 സെന്റിമീറ്റർ നീളവും ഉണ്ടാകും. തലച്ചോറിന് പുതിയ മടക്കുകൾ ഉണ്ടാകുന്നു. 7-ാം മാസത്തിൽ കുഞ്ഞിന്റെ ചർമ്മത്തിന് താഴെ കൊഴുപ്പ് വളരുന്നു. ഇത് ചുവപ്പ് നിറം കുറയ്ക്കുന്നു. കുഞ്ഞിന് നന്നായി കേൾക്കാൻ സാധിക്കുകയും ശബ്ദം കേൾക്കുമ്പോൾ ചലിക്കുകയും ചെയ്യുന്നു. 8-ാം മാസത്തിൽ കുഞ്ഞ് ഏകദേശം പൂർണ്ണ വളർച്ചയെത്തിയിരിക്കും. ഈ സമയം കുഞ്ഞ് ധാരാളം ചലിക്കുന്നു. അമ്മയ്ക്ക് അത് വ്യക്തമായി അനുഭവപ്പെടുകയും ചെയ്യും. കൂടാതെ തലച്ചോറ് അതിവേഗം വളരുകയും ചെയ്യും. കുഞ്ഞിന് കാണാനും കേൾക്കാനും സാധിക്കുന്നു. ശ്വാസകോശങ്ങൾ ഒഴികെ എല്ലാ ശരീരഭാഗങ്ങളും പൂർണ്ണമായി രൂപപ്പെട്ടിരിക്കും. കുഞ്ഞിന് ഏകദേശം 2 കിലോഗ്രാം ഭാരവും ഏകദേശം 44 സെന്റിമീറ്റർ നീളവും ഉണ്ടാകും. കൂടാതെ അമ്നിയോട്ടിക് ദ്രാവകത്തിന്റെ അളവ് കുറയാൻ തുടങ്ങുന്നു. 9-ാം മാസത്തിൽ സാധാരണ പ്രസവത്തിനായി കുഞ്ഞ് തലകീഴായി തിരിയുന്നു. കുഞ്ഞിന് കാര്യങ്ങൾ പിടിക്കാൻ സാധിക്കുകയും പൂർണ്ണ വളർച്ചയെത്തുകയും ചെയ്യുന്നു. ഈ മാസം അവസാനത്തോടെ കുഞ്ഞിന് 2.5 മുതൽ 3 കിലോഗ്രാം വരെ ഭാരവും ഏകദേശം 47.7 സെന്റിമീറ്റർ നീളവുമുണ്ടാകും. ഇത് തികച്ചും പ്രസവിക്കാൻ അനുയോജ്യമായ സമയമാണ്. അമ്മയ്ക്ക് പ്രസവവേദനയോ അല്ലെങ്കിൽ കൺട്രാക്ഷൻസോ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കാണണം.
ഡോക്ടർ സാധാരണ പ്രസവമാണോ അതോ സിസേറിയൻ ഡെലിവറിയാണോ എന്ന് തീരുമാനിക്കും. ഏതായാലും ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.